Hello dears, welcome to the class. Today we are going to discuss about our fifth unit, the melody of rain. Okay, let's start our class. The melody of rain എന്ന് പറഞ്ഞാൽ മഴയുടെ ശബ്ദം അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെയാണ് അർത്ഥം. എല്ലാവരും മഴ പെയ്യുന്നതും മഴയുടെ ശബ്ദവും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ജോൺ അപ്ഡൈക്ക് പറയുന്നത് വിതൗട്ട് റെയിൻ ദർ വുഡ് ബി നോ ലൈഫ്. വിതൗട്ട് റെയിൻ മഴയില്ലെങ്കിൽ ദർ വുഡ് ബി നോ ലൈഫ്, ജീവിതം ഇല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ഭൂമിയിലെ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്താവശ്യമാണ്? വാട്ടർ, വെള്ളം ആവശ്യമാണ്. അപ്പം അതിന് മഴ പെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡോർവേ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് സജസ്റ്റ്? ഷെയർ യുവർ ഐഡിയാസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ്. ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിങ്ങളുടെ കൂട്ടുകാരോടുമൊത്ത് ആ ഐഡിയാസ് പങ്കുവയ്ക്കൂ, എന്നിട്ടത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പിക്ചറിൽ വെള്ളമില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നതാണ് അല്ലേ? രണ്ടാമത്തെ പിക്ചറിലോ വെള്ളമില്ലാതെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നു അല്ലേ? മൂന്നാമത്തെ പിക്ചറിൽ മഴ വന്നിട്ട് കുട്ടികൾ മഴയത്ത് കളിക്കുന്നതാണ് അല്ലേ? ഇനി നാലാമത്തെ പിക്ചർ എന്താണ്? ഫ്ലഡ് ഉണ്ടായിരിക്കുകയാണ്. അതായത് മഴ കൂടിയിട്ട്. മഴ കുറഞ്ഞാലും ബുദ്ധിമുട്ട്, മഴ കൂടിയാലും ബുദ്ധിമുട്ടാണ്. Here the rain brings life, joy, adventures and perhaps hardships too to the world. Let's explore the journey of a raindrop. Journey of the raindrop. ഒരു മഴത്തുള്ളിയുടെ യാത്ര. A tiny raindrop lives in a big fluffy cloud. A tiny raindrop എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മഴത്തുള്ളി ജീവിക്കുന്നത് ഒരു ഫ്ലഫി ആയിട്ടുള്ള ക്ലൗഡ്, മേഘത്തിൻ്റെ ഉള്ളിലാണ്. ഒരു വലിയ ഫ്ലഫി ആയിട്ടുള്ള, ഫ്ലഫി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂട പോലെയുള്ള മേഘത്തിൻ്റെ ഉള്ളിൽ. നൗ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ടു ദ എർത്ത്. ഇപ്പോൾ അത് ഭൂമിയിലേക്ക് പോകും. എ ബിഗ് അഡ്വെഞ്ചർ എവെയ്റ്റ്സ് ഇറ്റ്. ഒരു വലിയ അഡ്വെഞ്ചർ, സാഹസികത അതിനെ കാത്തിരിക്കുന്നുണ്ട്. മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. എന്താണ് ആ ചെറിയ മഴത്തുള്ളിക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കാം. റെഡി സെറ്റ് ഗോ. റെഡിയായി പോകാനായിട്ട് അല്ലേ? ഐ ആം എ റെയിൻ ഡ്രോപ്പ്. ഞാനൊരു മഴത്തുള്ളിയാണ്. ഐ ലിവ് ഇൻ എ ക്ലൗഡ്. ഞാൻ ജീവിക്കുന്നത് ഒരു മേഘത്തിനുള്ളിലാണ്. വൺ ഡേ, ഒരു ദിവസം, ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. ഒരു മിന്നൽ, ആകാശത്തിന് കുറുകെ ഒരു മിന്നൽ ഞാൻ കണ്ടു. സഡൻലി ഐ ഹിയർഡ് എ ലൗഡ് ബൂം. ഐ വാസ് സോ സ്കെയേർഡ്. പെട്ടെന്ന് ഞാനൊരു സൗണ്ട് കേട്ടു, ഭൂം. ഞാൻ പേടിച്ചു. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്, ദ തണ്ടർ റംബിൾഡ്. അപ്പോൾ ആരായിരുന്നു അത്? തണ്ടർ, ഇടിയായിരുന്നു അല്ലേ? ഇടി വെട്ടുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇടിയായിരുന്നു. എന്താണ് പറഞ്ഞത് റെയിൻ ഡ്രോപ്സിനോട്? പോകാൻ റെഡി ആവൂ എന്നാണ് പറഞ്ഞത്. എ ഗ്രാൻഡ് അഡ്വെഞ്ചർ എവേറ്റ്സ് യു. നിന്നെ വലിയൊരു സാഹസികത കാത്തിരിക്കുന്നു. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. അത് കേട്ടപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആയി. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ക്ലൗഡിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് പുറത്തു പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു റെയിൻ ഡ്രോപ്പിന്. ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ, വലിയ സാഹസികത. ഓ വാട്ട് ഈസ് ദാറ്റ് ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. എന്താണത് എന്ന് പറഞ്ഞ് എല്ലാ റെയിൻ ഡ്രോപ്സും, മഴത്തുള്ളികളും കരഞ്ഞു. എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ്ഡ് ദ ക്ലൗഡ്. ഒരു ഷാർപ്പായിട്ടുള്ള, മൂർച്ചയേറിയിട്ടുള്ള ഒരു ലൈറ്റ് മേഘത്തിനുള്ളിലേക്ക് കുത്തിക്കയറി. പിയേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുളച്ച് കയറി. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ഐ ടു ലീപ്ഡ് വിത്ത് ദം. അപ്പോൾ അങ്ങനെ ആ ലൈറ്റ് മേഘത്തിനുള്ളിലേക്ക് കുത്തി തുളച്ച് കയറിയപ്പോൾ ഓരോ റെയിൻ ഡ്രോപ്സും പുറത്തേക്ക് വന്നു ക്ലൗഡിൻ്റെ അല്ലേ? ഐ ടു ലീപ്ഡ് വിത്ത് ദം. അതിൻ്റെ കൂടെ ഈ മഴത്തുള്ളിയും ഉണ്ടായിരുന്നു.
ഡൗൺ ആൻഡ് ഡൗൺ, താഴേക്ക് താഴേക്കായിട്ട് വി വെർ ഫോളിങ് ടുഗദർ, എല്ലാവരും വീണു അല്ലേ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ താഴേക്ക് അവർ വരികയാണ്. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്, വി ഓ വാട്ട് എ ഫൺ. അപ്പോൾ താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവർ ചിരിക്കാനും ഇങ്ങനെ ഒച്ചയെടുക്കാനും ഒക്കെ തുടങ്ങി. വി ഓ വാട്ട് എ ഫൺ, എന്തൊരു രസം എന്നൊക്കെ പറഞ്ഞാൽ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ വോ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ദ റെയിൻബോ, കണ്ടില്ലേ, എനിമൽസൊക്കെ മഴയത്ത് നിന്ന് ഓടിപ്പോകുന്നതാണ്. പക്ഷെ ഒരു ഫാർമർ മാത്രം മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ദ റെയിൻബോ, മഴവില്ല്. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ വി സോ ദ വേൾഡ് ബിലോ, വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. അപ്പോൾ ആകാശത്തിൻ്റെ ആ ഉയരത്ത് നിന്ന് താഴെയുള്ള ഭൂമി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ട്രീസ് സ്പ്രെഡ് ദെയർ ലീഫി ആംസ്. അപ്പോൾ മരങ്ങൾ അവരുടെ കൈകളായിട്ടുള്ള ആ ഇലകൾ ഇങ്ങനെ വിരിച്ച് നിൽക്കുകയാണ്. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെൻലി, പൂക്കളൊക്കെ ഇങ്ങനെ പതുക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ ബേർഡ്സ് ഫ്ലൂ ഫ്ലറ്ററിങ് ദെയർ വിങ്സ്, പക്ഷികളിങ്ങനെ ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. എവരി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ. അപ്പോൾ എല്ലാവരും എന്തിനാണ് നോക്കുന്നത്? മഴയത്ത് നിന്ന് രക്ഷപ്പെടാനാണ് അല്ലേ. ബട്ട് എ ഫാർമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്. പക്ഷേ ഒരു കർഷകൻ മാത്രം ഇങ്ങനെ ആഗ്രഹത്തോടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. വി വേർ ഫ്ലൈയിങ്, ആ സമയത്ത് ഞങ്ങൾ പറക്കുകയായിരുന്നു. ഐ എൻജോയ്ഡ് ദ വിൻസ് പ്ലേഫുൾ ഡാൻസ്. ഞാനപ്പോൾ ഇങ്ങനെ കാറ്റിൻ്റെ ഈ ഒരു കളി, ഡാൻസ് കളിച്ചുള്ള ഈ ഒരു കളിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. സൺ ബീംസ് ഷോൺ ത്രൂ അസ്. അപ്പോൾ സൂര്യരശ്മികളും ഇങ്ങനെ പ്രകാശിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് മെയ്ഡ് അസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൂടുതൽ കളർഫുള്ളായി, തിളങ്ങി. റെഡ്, ബ്ലൂ, ഗ്രീൻ. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്. അപ്പോൾ കുട്ടികൾ നോക്കി ഉറക്കെ പറയുന്നുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, റെയിൻബോ, റെയിൻബോ. അപ്പോൾ കുട്ടികൾ എന്താണ് കണ്ടത്? മഴവില്ലാണ് കണ്ടത്. ദ ആംഗ്രി കാറ്റ്, ദേഷ്യപ്പെട്ട ഒരു പൂച്ചയാണ് അല്ലേ. വൗ ആർ ദേ വെൽക്കമിങ് അസ്, വി വർ വെരി എക്സൈറ്റഡ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയി. ഞങ്ങളെ വെൽക്കം ചെയ്യുകയാണോ അവർ എന്നൊക്കെ പറഞ്ഞു. എ ബ്രൗൺ കാറ്റ് ഹിഡ് അണ്ടർ എ ട്രീ ലുക്കിംഗ് പസിൽഡ്. അപ്പോൾ മരത്തിന് താഴെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. അവസാനം ഞാൻ ലാൻഡ് ചെയ്തത് എവിടെയായിരുന്നു? ആ പൂച്ചയുടെ മുകളിലായിരുന്നു അല്ലേ. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. അങ്ങനെ മഴ നനഞ്ഞപ്പോൾ ആ പൂച്ച അതിൻ്റെ ഫർ ഇങ്ങനെ കുടഞ്ഞു. ഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രോമം. ഐ ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. അങ്ങനെ ഞാൻ മണ്ണിൽ പതിച്ചു അല്ലേ. ഷാർപ്പായിട്ടുള്ള ഒരു സ്പ്ലാഷിലാണ് ഞാൻ പതിച്ചത്, വെള്ളം തെറിപ്പിച്ചിട്ട്. ഐ ഫെൽറ്റ് ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. അങ്ങനെ മണ്ണിൽ തൊട്ടു അല്ലേ. ആദ്യത്തെ മഴയാണ്. ആ വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ, ഹൗ റിഫ്രഷിങ് ഇറ്റ് ഈസ്. അപ്പോൾ മണ്ണിൽ പതിച്ചപ്പോൾ നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള, ഇഷ്ടപ്പെടുന്ന ഒരു മണവും അതുപോലെ തന്നെ റിഫ്രഷിംഗ് ആയി, പുതിയൊരു എനർജിയൊക്കെ കിട്ടി. ടീ റൂട്ട്സ്, സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. എൻ്റെ ചില സുഹൃത്തുക്കൾ എവിടെയാണ് വീണത്? ഇലയിലാണ് വീണത്. അതേഴ്സ് ജെൻലി കിസ്ഡ് ദ ഫ്ലവേഴ്സ്. ചിലരാവട്ടെ പൂക്കളിലും. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പഡൽസ്. ചിലവർ എവിടെയാണ് വീണത്? ആ മണ്ണിൽ വീണു. എന്നിട്ട് ചെറിയ ടൈനി പഡിൽസ്, അതായത് വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കി. ഐ സീപ്ഡ് ഇൻ ടു ദ സോയിൽ. ഞാൻ മണ്ണിലേക്ക് അരിച്ച് ഇറങ്ങി. ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ. താഴേക്ക് ഇങ്ങനെ പോയി അല്ലേ. മെല്ലെ മെല്ലെ ഒഴുകുക മണ്ണിനുള്ളിലേക്ക്. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വർ സെർച്ചിങ് ഫോർ വാട്ടർ. അപ്പോൾ ദാഹിച്ച് നിൽക്കുന്ന, തേഴ്സ്റ്റി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന വേരുകൾ. കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ചെടികൾക്ക് വെള്ളം വേണം അല്ലേ. അപ്പോൾ അവർ വെള്ളത്തിനായിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ടെൻഡർ ടച്ച്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ, എ റൂട്ട് സൈഡ്. അപ്പോൾ
വളരെ സന്തോഷത്തോടു കൂടി ഒരു റൂട്ട് പറയുകയാണ്. ദീർഘനിശ്വാസം നെടുവീർപ്പിട്ടിട്ട് ഞാൻ വെള്ളത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. എ ഡ്രോപ്പ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ ഒരു തുള്ളി. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്, ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്വേർഡ്. അങ്ങനെ വേരുകളിലേക്ക് ഞാനെത്തി. അതിനുശേഷം ആ വേര് എന്നെ വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അല്ലേ. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈംബ്, അതൊരു ബുദ്ധിമുട്ടുള്ള കയറ്റം തന്നെയായിരുന്നു. വാട്ട് എ നൈസ് സർപ്രൈസ്, മൈ ഫ്രണ്ട്സ് വേർ ഓൾറെഡി ഇൻസൈഡ്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ചെടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, യു ഹാവ് കം ജസ്റ്റ് ഇൻ ടൈം, ദ പ്ലാന്റ് വിസ്പേർഡ് ആസ് ഐ റീച്ച്ഡ് ഇറ്റ്സ് ടോപ്പ്. അപ്പോൾ നീ വന്നല്ലോ കറക്റ്റ് സമയമെന്ന് പ്ലാന്റ് ഇങ്ങനെ പതുക്കെ ചെവിയിൽ പറഞ്ഞു, കറക്റ്റ് സമയത്തിന് എത്തിയല്ലോ എന്ന്. ദ സൺ ബിഗെയിൻ ടു സെറ്റ്, അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ, ആകാശം വീണ്ടും ഓറഞ്ച് കളറായി. ദ ലീവ്സ് ഓഫ് ദ പാഡി റെസ്റ്റിൽഡ് ജെൻലി ഇൻ ദ ബ്രീസ്. അങ്ങനെ കാറ്റത്ത് ആ ഇലകൾ, പാഡിയുടെ ഇലകൾ ഇങ്ങനെ മർമ്മര ശബ്ദം പുറപ്പെടുവിക്കുന്നു. സുഖമുള്ള ഒരു ശബ്ദം, ചെടികളിങ്ങനെ കാറ്റത്താടുന്നത്. ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ്, ഉയർച്ച റെയിൻ ഡ്രോപ്പിൻ്റെ. ദ മോർണിംഗ് കെയിം, രാവിലെയായി. ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്, സൂര്യൻ എങ്ങനെയാണ് വന്നത്? ചൂടുള്ളതും അതുപോലെ തന്നെ വളരെ തെളിച്ചവുമായിട്ടാണ് വന്നത്. വി ഫെൽറ്റ് സംതിങ് സ്ട്രേഞ്ച്, ഞങ്ങൾക്ക് എന്തോ ഒരു അപകടം മണത്തു അല്ലേ. ഹേ, ഹൂ ഈസ് പുള്ളിങ് അസ് ഫ്രം എബവ്, ഐ വണ്ടേർഡ്. ആരാണ് ഞങ്ങളെ മുകളിലേക്ക് വലിക്കുന്നത്? സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്, അങ്ങനെ പതുക്കെ ഞങ്ങൾ മുകളിലേക്ക് മാറ്റപ്പെട്ടു. വി ബിഗെയിൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോയി. ഐ ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ, ഞാൻ താഴേക്ക് നോക്കി ആ ഒരു ഫീൽഡ്, വയൽ കാണാൻ. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ, അപ്പോൾ എന്താണ്? ഭൂമി വളരെ ചെറുതായി തോന്നി. ദ റിവേഴ്സ് ലുക്ക്ഡ് ലൈക്ക് സിൽവർ ത്രെഡ്സ്, നദികളൊക്കെ ചെറിയ വെള്ളി നാരുപോലെ കാണപ്പെട്ടു, നൂലുപോലെ കാണപ്പെട്ടു. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്, വയലുകളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളുമൊക്കെ ഒരു ഗ്രീൻ കാർപ്പറ്റ്, പച്ച പരവതാനി പോലെയാണ് തോന്നിയത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, മഴയായിട്ട് മഴത്തുള്ളി താഴേക്ക് വന്നു. പിന്നെ എന്താകും? സൂര്യൻ്റെ ചൂട് കൊണ്ട് വീണ്ടും അത് മുകളിലേക്ക് ആവിയായി പോകും അല്ലേ. ദ റിട്ടേൺ, മടക്കം. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, വി ഹാഡ് സോ മച്ച് ഫൺ, സെഡ് എ റെയിൻ ഡ്രോപ്പ്. അപ്പോൾ ഒരു മഴത്തുള്ളി പറയുകയാണ്, എനിക്ക് വളരെ സങ്കടമുണ്ട് എൻ്റെ പുതിയ ഫ്രണ്ട്സുകളെയൊക്കെ വിട്ട് വരാൻ, ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഹേ ഡോൺ ക്രൈ, ഐ കൺസോൾഡ് ഹിം. അപ്പോൾ ആ മഴത്തുള്ളിയോട് പറഞ്ഞു, നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി, ലുക്ക് ദ ഫാർമർ ഈസ് ഹാപ്പി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. നോക്കൂ, ആ ഫാർമർ സന്തോഷവാനാണ്, കൃഷിക്കാരൻ സന്തോഷവാനാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ ബിക്കോസ് ഓഫ് അസ്. കാരണം എന്താണ് അയാൾ സന്തോഷിക്കാൻ? അയാളുടെ കൃഷിയൊക്കെ വീണ്ടും പച്ചപ്പായി മഴ പെയ്തപ്പോൾ അല്ലേ. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദ ക്ലൗഡ്. ഇപ്പോൾ റെയിൻ ഡ്രോപ്സ് വീണ്ടും ക്ലൗഡിൻ്റെ അടുക്കലേക്ക് എത്തി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ് സെഡ് ദ ക്ലൗഡ്. അപ്പോൾ ക്ലൗഡ്, മേഘം പറയുകയാണ്, വെൽക്കം ബാക്ക്, തിരിച്ചു വരൂ, എന്നിട്ട് ടേക്ക് റെസ്റ്റ് എടുക്കൂ, കാരണം ഇനി അടുത്ത മഴ വരുമ്പോൾ ഇവർക്ക് പോകാനുള്ളതാണ് അല്ലേ. വെൻ ഷാൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ, വി ആസ്ക്ഡ്. ഇനി ഞങ്ങൾ എന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണും? ദ ക്ലൗഡ് റിപ്ലൈഡ്, ക്ലൗഡ് മറുപടി പറഞ്ഞു. സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗെയിൻ. കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് വീണ്ടും വീശും. യു വിൽ ഹാവ് ന്യൂ അഡ്വെഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ. അങ്ങനെ കാറ്റ് വന്ന് വീശുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ സാഹസികത കാണിക്കാൻ കഴിയും, അതായത് വീണ്ടും മഴയായി ഭൂമിയിലേക്ക് പോകാൻ കഴിയും എന്നാണ് ക്ലൗഡ് പറഞ്ഞത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ? ഈ സ്റ്റോറിയിൽ ഒരു റെയിൻ ഡ്രോപ്പ്, മഴത്തുള്ളി തൻ്റെ കഥ പറയുന്നതാണ്.
എങ്ങനെയാണ്? മഴത്തുള്ളി മേഘത്തിലാണ് ഉണ്ടായിരുന്നത്. കാറ്റ് വീശി, അതുപോലെ തന്നെ ഇടിവെട്ടി, മിന്നലെറിഞ്ഞപ്പോൾ അത് മഴയായി ഭൂമിയിലേക്ക് വന്നു അല്ലേ? എന്നിട്ട് ഭൂമിയിലുള്ള എല്ലാ സസ്യ ജന്തു ജീവജാലങ്ങൾക്കും വെള്ളം നൽകി. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ ചെടികൾ മുളപ്പിച്ചു അല്ലേ? എന്നിട്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് വീണ്ടും ആവിയായി മുകളിലേക്ക് പോയി ക്ലൗഡിൽ സ്ഥാനം പിടിച്ചു. ഇതാണ് ഈ സ്റ്റോറി. ഗ്ലോസറി ന്യൂ വേർഡ്സ് ആണ്. കൺസോൾ, ടു ഓഫർ കംഫർട്ട്, ഒരാളെ ആശ്വസിപ്പിക്കുക. ഫ്ലട്ടർ, ടു മൂവ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ക്ലി, വേഗത്തിലും എന്നാൽ വളരെ ഈസി ആയിട്ട് ആയാസമില്ലാതെ നീങ്ങുന്നത്. ഫർ, സോഫ്റ്റ് തിക്ക് ഹെയർ കവറിങ് ദ സ്കിൻ ഓഫ് എനിമൽസ്, എനിമൽസിൻ്റെ മേലുള്ള ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രോമം. പിയേഴ്സ്, ടു പാസ് ത്രൂ സംതിങ്, എന്തെങ്കിലും തുളച്ച് കയറുക. പഡിൽ, എ സ്മോൾ പൂൾ ഓഫ് വാട്ടർ, ചെറിയ ഒരു വെള്ളക്കെട്ട്. റിഫ്രഷിങ്, സംതിങ് ന്യൂ ഓർ ഡിഫറൻറ്റ്, പുതിയതായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്. റംബിൾ, ദ സൗണ്ട് ഓഫ് തണ്ടർ, ഇടിവെട്ട്. റസ്റ്റിൽ, ടു മേക്ക് എ സോഫ്റ്റ് സൗണ്ട് ഓഫ് ലീവ്സ്, മർമ്മരം, ചെടികളുടെ സൗണ്ട്, ഇലകളൊക്കെ ഇങ്ങനെ ഉരസുന്ന ഒരു സൗണ്ട്. സീപ്പ്, ടു ഫ്ലോ സ്ലോലി ഇൻ ടു ദ സോയിൽ, മണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ പതുക്കെ അരിച്ചിറങ്ങുന്നു. ഷോൺ, ഗിവ് ഔട്ട് എ ബ്രൈറ്റ് ലൈറ്റ്, തെളിഞ്ഞ പ്രകാശം. സൈ, ഡീപ്പ് ബ്രീത്ത് എക്സ്പ്രസിങ് റിലീഫ്, നെടുവീർപ്പിടുക. സ്പ്ലാഷ്, എ സൗണ്ട് മെയ്ഡ് ബൈ സംതിങ് ഫോളിങ് ഇൻ ടു ലിക്വിഡ്, വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു സൗണ്ട് അല്ലേ? സ്പ്ലാറ്റ്, ദ സൗണ്ട് ഓഫ് സംതിങ് വെറ്റ് ഹിറ്റിംഗ് എ സർഫസ്, ഒരു സ്ഥലത്ത് എന്തെങ്കിലും പതിക്കുന്ന ഒരു സൗണ്ട്. സൺബീം, എ റേ ഓഫ് സൺസ് ലൈറ്റ്, സൂര്യരശ്മി. ട്രിക്കിൾ, ടു ഫ്ലോ സ്ലോലി ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, മെല്ലെ മെല്ലെ ഒഴുകി പോവുക, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്. വാനിഷ്, ടു ഡിസപ്പിയർ സഡൻലി, പെട്ടെന്ന് കാണാതാവുക, അപ്രത്യക്ഷമാവുക. വി, യൂസ്ഡ് ടു എക്സ്പ്രസ് എൻജോയ്മെൻറ്റ്, സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. വാവ്, ആഹാ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.